ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. പീരുമേട് MLA വാഴൂർ സോമൻ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ യോഗത്തിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. പീരുമേട് MLA ആയ വാഴൂർ സോമൻ അന്തരിച്ചിരിക്കുകയാണ്. 72 വയസ്സാണ് അദ്ദേഹത്തിന്. തിരുവനന്തപുരത്ത് നടന്ന ഒരു യോഗത്തിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. CPI പ്രവർത്തകനാണ്. പീരുമേട് MLA ആയ വാഴൂർ സോമൻ അന്തരിച്ചു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 72 വയസ്സിലായിരുന്നു അന്ത്യം സംഭവിക്കുന്നത്. തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരുന്ന ഒരു യോഗത്തിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു അദ്ദേഹം. പീരുമേട് MLA ആയ വാഴൂർ സോമൻ അന്തരിച്ചു എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തെ യോഗത്തിനിടയിൽ വെച്ചാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. യോഗത്തിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു അദ്ദേഹം. പീരുമേട് MLA ആണ്. വാഴൂർ സോമൻ അന്തരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തിരുവനന്തപുരത്തെ യോഗത്തിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു അദ്ദേഹം. അങ്ങനെയാണ് മരണം സംഭവിക്കുന്നത്. കേരളത്തിലെ തന്നെ ഒരു CPI പ്രവർത്തകനും 15ാം കേരള നിയമസഭയിലെ പീരുമേട് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം. പീരുമേട് MLA ആണ് വാഴൂർ സോമൻ. അദ്ദേഹത്തിന്റെ വിയോഗ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 72 വയസ്സിലാണ് അന്ത്യം സംഭവിക്കുന്നത്. തിരുവനന്തപുരത്തെ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നതിനിടെ കുഴഞ്ഞു വീണു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. പീരുമേട് MLA ആയ വാഴൂർ സോമൻ വിടവാങ്ങി എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. വിവരങ്ങളുമായി D ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, കേരളത്തിലെ ഒരു CPI പ്രവർത്തകനായ ഒരു MLA, പീരുമേട് MLA വാഴൂർ സോമൻ വിടവാങ്ങിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ ഒരു യോഗത്തിനിടെ കുഴഞ്ഞു വീണു എന്നാണ് പുറത്തു വരുന്ന വിവരം. എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ. റവന്യൂ മന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ഒരു യോഗത്തിൽ വാഴൂർ സോമനും പങ്കെടുത്തിരുന്നു. ആ യോഗത്തിൽ വെച്ച് തന്നെ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് ശാസ്തമംഗലത്തുള്ള ശ്രീരാമ മിഷൻ ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി. അവിടെ വലിയ തരത്തിലുള്ളൊരു ഹൃദയസ്തംഭനമായിരുന്നു എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. വളരെ സീരിയസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ സമയത്ത്. ഈ സമയത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. അദ്ദേഹം എത്തിയതിനു ശേഷമാണ് മരണം സ്ഥിരീകരിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതശരീരം ഈ സ്വകാര്യ ആശുപത്രിയിൽ തന്നെ ഉണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ അത് MN സ്മാരകത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ എത്തിയതിനു ശേഷം മാത്രമായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. പൊതുദർശനം ഇന്ന് MN സ്മാരകത്തിൽ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് നമുക്കറിയാൻ കഴിയും. കാരണം ഈ വാഴൂർ സോമനെ സംബന്ധിച്ചിടത്തോളം വാഴൂരാണ് അദ്ദേഹത്തിന്റെ ജന്മദേശമെങ്കിലും അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലം ഈ മലയോര മേഖലയിലായിരുന്നു. പ്രത്യേകിച്ച് പീരുമേട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടിരുന്ന സാധാരണക്കാരനായ ഒരു നേതാവായിരുന്നു. CPIയുടെ സംസ്ഥാന കൗൺസിൽ അംഗമാണ്. AITUSന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നിലകളൊക്കെ അദ്ദേഹം പ്രവർത്തിപ്പിച്ചു വരുന്നു. ഏറ്റവും കൂടുതൽ നാൾ AITUCയുടെ നേതാവായി പ്രവർത്തിച്ചിട്ടുണ്ട്. കാലത്തിനൊപ്പമൊക്കെ AITUCയിൽ സജീവ പ്രവർത്തകനായിരുന്നു. സാധാരണക്കാരുടെ ഒപ്പം ജീവിക്കുകയും ഒരു പക്ഷേ നിയമസഭയുടെ ചരിത്രത്തിൽ ജീപ്പിനകത്ത് MLAയുടെ ബോർഡ് വെച്ച് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയ വാഴൂർ സോമൻ തന്നെയായിരുന്നു. ഒപ്പം കാരണം ഹൈറേഞ്ചിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും അവരോടൊപ്പം ജീവിക്കുന്നതിനും അദ്ദേഹം തിരഞ്ഞെടുത്തത് ജീപ്പ് പോലുള്ള ഒരു വാഹനം തന്നെയായിരുന്നു. ആഡംബരങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനെയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. കാരണം നിയമസഭയിൽ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ജനകീയ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് മലയോര മേഖലയിലെ ആളുകളുടെ വിദ്യാഭ്യാസം, ജീവിതം, കൃഷി, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ ഭംഗിയായി സബ്മിഷനുകൾ അംഗീകരിക്കുകയും ആ സബ്മിഷനുകൾക്ക് ഭംഗിയായി മറുപടി കേൾക്കുന്നവരെ അദ്ദേഹം അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ഒരു ജനകീയ നേതാവാണ്, ഒരു ജനകീയ മുഖമാണ് CPIക്ക് നഷ്ടമായിരിക്കുന്നത്. കാരണം CPIയുടെ മന്ത്രിമാർക്ക് എല്ലാം തന്നെ സുപരിചിതനായിരുന്നു. ഒപ്പം വാഴൂർ സോമൻ നിയമസഭയിൽ എത്തുമ്പോൾ തന്നെ അദ്ദേഹം പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ ജനകീയ പ്രശ്നങ്ങളാണ് അദ്ദേഹം പ്രധാനമായും ഉന്നയിച്ചിരുന്നത്. പ്രത്യേകിച്ചും ഈ പീരുമേട് പോലുള്ള, അതുപോലെ ഇടുക്കി പോലുള്ള മലയോര മേഖലകളുടെ കർഷകരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ സജീവ ചർച്ചയാക്കി നിയമസഭയിൽ നിർത്തുവാൻ അദ്ദേഹം പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാഴൂർ സോമനെ സംബന്ധിച്ചോളം നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം ഒരു വാഴൂർ സോമൻ എന്ന് പറയുന്ന ആളിനെ കുറിച്ച് മറ്റു മുഖവരകളോ ഒന്നും തന്നെ പറയേണ്ടതില്ല. അത്രയും ജനകീയനായ, മലയോര മേഖലയിൽ ഇത്രയധികം ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ, അവർക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. പീരുമേട് MLA കൂടിയായിരുന്നു വാഴൂർ സോമൻ. അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചത്. ഇപ്പോൾ ഒട്ടുമിക്ക മന്ത്രിമാരും അവിടേക്ക് ഈ ശ്രീരാമകൃഷ്ണ മിഷൻ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയം കൂടി പ്രത്യേകം ഇവിടെ ഉണ്ടാകും. അതിനുശേഷം നേരെ MN സ്മാരകത്തിലേക്ക് കൊണ്ടുപോകും. സംസ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീടാണ് തീരുമാനിക്കുക.
നിലവിൽ അദ്ദേഹം ATUസിന്റെ സംസ്ഥാന നേതാവാണ്. ഒപ്പം CPIയുടെ സംസ്ഥാന കൗൺസിൽ അംഗമാണ്. അത്തരത്തിൽ രാഷ്ട്രീയപരമായും ഒപ്പം അതുപോലെ തന്നെ ഈ തൊഴിലാളി മേഖലയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ. പ്രത്യേകിച്ചും തോട്ടം തൊഴിലാളികൾ, ഈ തേയില തൊഴിലാളികളെയും അതുപോലെ റബ്ബർ തൊഴിലാളികളുടെയൊക്കെ ഇടയിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി വളരെ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കുകയും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരോടൊപ്പം നിൽക്കുകയും ചെയ്ത ഒരു മനുഷ്യനായിരുന്നു. ഈ പീരുമേട് എന്ന് മത്സരിക്കുമ്പോൾ തന്നെ അത് ആ പീരുമേട് MLA എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് സവിശേഷതകൾ ഉണ്ടായിരുന്നു. ആ നാടിന്റെ എന്താണോ അവരുടെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് കൃത്യമായി നിയമസഭയിൽ സംസാരിക്കാൻ കഴിയുന്ന ഒരു നേതാവായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമസഭാ കവാടം കടന്ന ഒരു ജീപ്പിൽ ഒരു MLA വരിക എന്ന് പറയുമ്പോൾ അത് തിരുവനന്തപുരത്തെ നിയമസഭാ മണ്ഡലത്തിൽ തിരുവനന്തപുരത്തെ നിയമസഭാ മന്ദിരത്തിലേക്ക് കടന്നു വരുന്ന ഒരു കാഴ്ച ഒരു പക്ഷേ സമീപകാലത്ത് കാണാൻ കഴിയാത്തൊരു കാഴ്ച കൂടിയായിരുന്നു. അത്തരത്തിൽ ജനകീയ സ്വഭാവമുള്ള ജനകീയ പ്രവർത്തനങ്ങളുമായി ഇഴുകിച്ചേർന്ന് പ്രവർത്തിച്ചു പോയ ഒരു മനുഷ്യനായിരുന്നു വാഴൂർ സോമൻ. അദ്ദേഹത്തിന്റെ വിയോഗം CPIക്കും വലിയ തരത്തിലുള്ള ഒരു നഷ്ടം തന്നെ എന്ന് നമുക്ക് പറയാൻ കഴിയും. ഈ പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല പീരുമേടായിരുന്നു. പീരുമേടില് MLA ആയിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഇടുക്കി ജില്ലയിലെ ഒട്ടുമിക്ക മേഖലകളും ഈ സാധാരണഗതിയിൽ ഈ പീരുമേട് പോലുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ തോട്ടം തൊഴിലാളികൾക്ക് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്, വിദ്യാഭ്യാസപരമായ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം കൃത്യമായി ഇടപെടുമായിരുന്നു. അവരുടെ ലയങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി എത്തുമായിരുന്നു. തേയില തൊഴിലാളികളുടെ കൂലിയും അവർക്ക് കിട്ടുന്ന വേതനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇടപെടുമായിരുന്നു. അങ്ങനെ ജനകീയമായ പ്രശ്നങ്ങളിൽ, തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇടപെടുന്ന ഒരു നേതാവിനെയാണ് CPIക്ക് മാത്രമല്ല പീരുമേടിനും മലയോര മേഖലയ്ക്കും നഷ്ടമായിരിക്കുന്നതെന്ന് പറയാൻ കഴിയും. അത്രയധികം നല്ല പ്രവർത്തനം കാഴ്ചവെച്ച MLA ആയിരുന്നു. പ്രത്യേകിച്ചും നിയമസഭയിൽ സാധാരണ തൊഴിലാളികൾക്ക് വേണ്ടി തൊഴിലാളികളുടെ വേതനം സംബന്ധിച്ച് അവരുടെ സാമൂഹ്യ പ്രശ്നങ്ങൾ സംബന്ധിച്ചൊക്കെ തന്നെ സബ്മിഷനുകൾ അവതരിപ്പിക്കുകയും അവർക്ക് വേണ്ടി വാദിക്കുകയും ചെയ്ത ഒരു MLA, ഒരു ജനകീയ മുഖമാണ് വാഴൂർ സോമൻ. അദ്ദേഹത്തെയാണ് നമുക്ക് ഇപ്പോ നഷ്ടമായിരിക്കുന്നത്. ഇപ്പോൾ CK ആശ, വൈക്കം MLA CK ആശ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ CK ആശ. തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു ജനകീയ നേതാവാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. എന്തെല്ലാം ഓർമ്മകളാണ് അദ്ദേഹത്തെ കുറിച്ച് പങ്കുവയ്ക്കാനുള്ളത്?